സ്വീപ്പിൽ, ആ ഒഴുക്കിൽ ഈ റിയാസ് ഒഴുകിപ്പോവായിരുന്നു. ആ വിജയന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ ഒരു ആചാര്യന്റെ പദവി ഇയാൾ കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ വിജയൻ തമ്മിൽ അകന്നുപോയത്? ആ റീസൺ അദ്ദേഹം പറയുന്നത് മനുബോനിസം എന്നാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ നിലപാടുകളോ ആശയങ്ങളോ ഇല്ല എന്ന ഒരു ധാരണ സാധാരണ ആളുകൾക്ക് പോലുമുണ്ട്. ഇപ്പൊ രണ്ടാമത് അയാൾ തനി സ്വഭാവം കാണിക്കുന്നു. അയാൾ ഇപ്പൊ ലീഗിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമാണ് നേടിയത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലെ 32 നിയമസഭാ മണ്ഡലങ്ങളിൽ കേവലം ഒന്നിൽ മാത്രമാണ് LDF ജയിക്കാനായത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ വിജയം കേവലം റിയാസിന്റെ കഴിവുകൊണ്ട് മാത്രമായിരുന്നു. അല്ല എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളിൽ നടക്കം ഇപ്പോൾ വരുന്ന സൂചന. അൻവറിനേക്കാൾ താരതമ്യേന നല്ലൊരു സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്ന് UDF കേന്ദ്രങ്ങൾ പലരും ഇപ്പോൾ അടക്കം പറയുന്നുണ്ട്. അതിനിടെ അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ തന്റെ തനി സ്വഭാവം പുറത്തു കാണിക്കുകയും ചെയ്തു. ഇത്രയും നാൾ അൻവറിനെ തോളിലേറ്റി നടന്നിരുന്ന മുസ്ലിം ലീഗിനെതിരെ അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പതിവ്, അൻവറിന്റെ സ്ഥിരം പല്ലവി അൻവർ പരാജയത്തിന് പിന്നാലെ ആരംഭിക്കുകയും ചെയ്തു. മറ്റു ജില്ലകളിലെല്ലാം അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം UDF വലിയ വിജയം നേടിയപ്പോൾ ബേപ്പൂരിലെ തിരിച്ചടിക്ക് പിന്നിലെ കാരണം അൻവറാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. സ്വീപ്പിൽ, ആ ഒഴുക്കിൽ ഈ റിയാസ് ഒഴുകിപ്പോവായിരുന്നു. പക്ഷേ അൻവറുടെ പൊളിറ്റിക്കൽ കരിയർ, അൻവർ ഏതൊക്കെ പ്രസ്ഥാനത്തിൽ പോയിട്ടുണ്ട്, ആ പ്രസ്ഥാനത്തിൽ എന്താണ് അയാൾ ചെയ്തത്? കാരണം ഇടയ്ക്കിടെ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റുന്നു. താൻ എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന വള്ളം തന്നെ പലപ്പോഴും അദ്ദേഹം മുക്കാൻ ശ്രമിക്കുന്നു. ഒരൊറ്റ കാര്യം പറയാം. VD സതീശൻ 5 വർഷം മുമ്പ് പറഞ്ഞതാണ്, കർണാടകത്തിൽ നിന്നും 5 കോടിയോളം രൂപ കൊണ്ടുവന്നു. എങ്ങനെയാ കൊണ്ടുവന്നത്? ഒരു മത്സ്യത്തിന്റെ കണ്ടെയ്നറിലാണ്. അതിനടിയിൽ പണവും മുകളിൽ മത്സ്യവുമാണ്. ഇതിന് കോൺക്രീറ്റ് ആയ തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വെല്ലുവിളിച്ചു. സതീശൻ വെല്ലുവിളി ഏറ്റെടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് മുങ്ങിപ്പോയി. ഇദ്ദേഹം പിണറായി വിജയൻ ഇദ്ദേഹത്തിന്റെ ഗോഡ് ഫാദറാണ്, രാഷ്ട്രീയ ഗുരുവാണ്. വിജയന് ഒരുപാട് പ്രശംസ. നമ്മൾ പറയില്ലേ ഷവറിങ് എൻകോമിയംസ്, അതുപോലെ വിജയന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ ഒരു ആചാര്യന്റെ പദവി ഇയാൾ കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ വിജയൻ തമ്മിൽ അകന്നുപോയത്? റീസൺ അദ്ദേഹം പറയുന്നത് മനുബോനിസം എന്നാണ്. ഈ മനുബോനിസം ഒന്നും പെട്ടെന്ന് ഉണ്ടായതല്ലോ. പിന്നെ വിജയന്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഓട്ടോക്രാറ്റിക് ആണെന്ന്. അത് ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടി, അതിന്റെ സമുന്നതനായ നേതാവ്, അവരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് പലപ്പോഴും നായനാരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അല്ല. രണ്ടാളെയും 2 ബാക്ക്ഗ്രൗണ്ടാണ്. പിണറായി വിജയന്റെ വളർച്ച തന്നെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾക്കൊന്നും കൊടുത്തും പാർട്ടി അടിയന്തരാവസ്ഥയിൽ ഒരുപാട് ത്യാഗോജ്വലമായ ജീവിതമൊക്കെ നയിച്ച മനുഷ്യനാണ് അദ്ദേഹം. പാർട്ടിയെ കണ്ണൂർ ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം കൊലക്കുറ്റ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണ്. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുത്ത ആളാണ്. ആ തരത്തിൽ വളർന്നു വന്ന ഒരാൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഇനർഷ്യ, എതിർ പ്രസ്ഥാനങ്ങളെ സംഹരിച്ചു കളയാനുള്ള ഒരു നിലപാടൊക്കെ ഉണ്ട്. പക്ഷേ 15 കൊല്ലക്കാലത്തോളം പാർട്ടിയുടെ പ്രസിഡന്റും 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെയായി ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും പാർട്ടി ശിഥിലമായപ്പോൾ കേരളത്തിൽ പാർട്ടിയെ പിടിച്ചു നിർത്തി. TP ചന്ദ്രശേഖരന്റെ വധത്തോടുകൂടി പാർട്ടി അങ്ങനെ ഇളകുകയായിരുന്നു. പാർട്ടിയുടെ ശരീരത്തിൽ നിന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ വേറിട്ട് പോകുമ്പോൾ പോലും പാർട്ടിയെ നിർത്തിയതിലൊക്കെ പിണറായി വിജയന്റെ പങ്ക് അനിഷേധ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അൻവർ CPM-നെ പോയിട്ട് എംബ്രേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു. വിജയനുമായി സൗഹൃദമുണ്ടാക്കുന്നു. അൻവറുടെ കച്ചവടങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം CPM-നെ മൊഴിചൊല്ലി പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ ആളുകൾക്കൊരു എബ്സേർഡ് ഡ്രാമ, തമാശയായിട്ടാണ് തോന്നിയത്. അപ്പൊ അൻവറുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ നിലപാടുകളോ ആശയങ്ങളോ ഇല്ല എന്ന ഒരു ധാരണ സാധാരണ ആളുകൾക്ക് പോലുമുണ്ട്. അൻവറിന് പകരം ഭേദപ്പെട്ട UDF ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിരുന്നുവെങ്കിൽ, കാരണം അൻവറുടെ പ്രചരണം എപ്പോ തുടങ്ങിയത്? കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുന്നതിന്റെ 1 മാസം മുമ്പ് തന്നെ VD സതീശൻ ഒരു തീരുമാനമെത്തി, താങ്കൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ
പലർക്കും 2 ആഴ്ചത്തെ അവധിയാണ് കിട്ടിയത്. പക്ഷെ ഇയാൾ 2.5-3 മാസം മുമ്പ് ഇവിടെ പ്രചരണം തുടങ്ങി. ഞാൻ 25,000-ന് ജയിക്കും, അല്ലെങ്കിൽ ഞാൻ മുട്ടായി തെരുവിലൂടെ മുട്ടയടിച്ച് നടക്കും. ഈ മാതിരിയുള്ള വങ്കൻ സ്റ്റേറ്റ്മെന്റുകളും ഇതൊന്നും ജനങ്ങളിൽ ഏശിയില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സ് UDF-ന്റെ മുഴുവൻ ജയിച്ചിട്ടും ഇയാൾ മാത്രം അവിടെ തോക്കുന്നു. ഇനിയും ഇയാളുടെ മറ്റൊരു ശനിദശ ബംഗാളിൽ മമതയുടെ പ്രതാപകാലം കൊഴിഞ്ഞിരിക്കുന്നു. ഇനി ഇദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് ചേക്കേറും? അതിനു മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടി വിട്ടിരുന്നല്ലോ, ഇടയ്ക്ക് തന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ ലക്ഷ്മി. പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ലീഗിലേക്ക് ചേക്കാറാൻ ഉള്ള ശ്രമം നടത്തുന്നു. ഇനിയിപ്പം മുസ്ലിം ലീഗിനും ഇദ്ദേഹം അനഭിമതനായിരിക്കും. പിന്നെ ഒരു വെടിക്കൊരു മുയലിനെ കിട്ടിയെന്ന് കരുതിയിട്ട് എല്ലാ വെടിക്കും മുയലിനെ കിട്ടൂല. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് അൻവറിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ലീഗുകാരാണ്. ഇവൻ പരാജയപ്പെട്ടതിന് പിന്നാലെ അൻവർ ലീഗിനെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നു. അതേ റീസണബിൾ അല്ല. അയാളുടെ ഇന്നേ വരെയുള്ള ആർഗ്യുമെന്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചൈൽഡിഷ് ആണ്. കാരണം VD സതീശൻ ഉറച്ച നിലപാടുകൾ എടുത്തിരുന്നു. കാരണം ഇയാൾ വേണ്ടായത്. വീണ്ടും കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ നിർബന്ധം എന്തുകൊണ്ടാണെന്നറിയാം? കാരണം അന്ന് ബൈ ഇലക്ഷനിൽ ഇയാൾ തരക്കടില്ലാതൊരു വോട്ട് പിടിച്ചിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവും. കാരണം ഇയാൾക്ക് പെട്ടെന്ന് ആളുകളെ ആകർഷിച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യാനൊക്കെയുള്ള ഒരു ടെക്നീക്ക് വശമുണ്ട് എന്ന് ലീഗുകാർ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് അയാൾ തനി സ്വഭാവം കാണിക്കുന്നു. അയാൾ ഇപ്പൊ ലീഗിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇയാൾക്കിനി നല്ലത് ഒന്നുകിൽ നിശബ്ദനായി രാഷ്ട്രീയ നിരീക്ഷകനായി കഴിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജനതാദൾ പോലുള്ള വീരേന്ദ്രകുമാർ വിഭാഗമൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ ആളില്ലാതെ ആളുകളെ തിരയുന്നുണ്ട്. അത്തരം ഏതെങ്കിലും ചെറിയ പാർട്ടിയിൽ പോയി അതിന്റെ വലിയ നേതാവായി തുടരുക. അല്ലാതെ ഇന്നത്തെ CPM-ന്റെ കൂടെയോ ഇനി അതല്ല UDF-ന്റെ കൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം കയ്യിലിരിപ്പ് അങ്ങനെയാണ്.